Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഒന്ന് വേഗം മാറി നിൽക്കാൻ. ഞങ്ങക്ക് മേഡത്തിന് വേണ്ടിട്ട് സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകാനുള്ളതാ. നീ എന്തിനാടാ വാ കൊണ്ട് ഹോൺ അടിക്കുന്നേ? കൈ കൊണ്ടടിക്കടാ. അഥവാ നമ്മുടെ വായ കൊണ്ട് കാര്യം നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ കൈ ചലിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ കൊച്ചലിയ. എങ്ങനെയുണ്ട്? എന്തിനാ എന്നെ തല്ലിയേ? പണ്ടുള്ള കാരണവന്മാരെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ ഒരിക്കലും വൈകിക്കരുതെന്ന്. അതുകൊണ്ട് നിന്റെ തലക്കിട്ടൊന്ന് തരാൻ ഞാൻ ഒട്ടും വൈകിച്ചില്ല. സംശയമുണ്ടോ? നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ഈ ട്രാഫിക്കിന്റെ ഇടയ്ക്ക് വണ്ടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകും? അതെ മാജിക്കാരാ, എന്താ ഇത് നടു റോഡിൽ വെച്ചാണോ മാജിക് നടത്തുന്നത്? ഈ റോഡിൽ നിന്ന് മാറ്, ഞങ്ങൾക്ക് അല്പം തിരക്കുണ്ട്. ഈ ഭൂമി എന്റെ അമ്മയാണ്. എന്റെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്? ഞാൻ ഒരു കാരണവശാലും ഈ റോഡിൽ നിന്ന് മാറില്ല. നിങ്ങളെ എന്റെ മുകളിൽ കൂടി പോകാനും ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഈ നടു റോഡിൽ ജനങ്ങളെയൊക്കെ പിടിച്ചു നിർത്തി അപകടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ നിങ്ങള്? ഞങ്ങളെല്ലാം മാജിക് കാണാനാണ് ഇവിടെ കൂടി നിന്നത്. വാ, എല്ലാവർക്കും പോവാം, വാ. നിങ്ങളുടെ ഈ സംസാരം കാരണം എന്റെ എല്ലാ ഓഡിയൻസും ഇവിടെ നിന്ന് പോയി. ഞാനതിന് തെറ്റായ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. സംശയമുണ്ടോ? നിങ്ങൾ അവരോട് ആ സൈഡിലേക്കൊന്ന് മാറി നിൽക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ നിങ്ങൾ അവരോട് മാറാനാണ് പറഞ്ഞത്. നിനക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ ഭയങ്കരമായ ഇൻട്രസ്റ്റ് ആണല്ലേ? പക്ഷേ മാജിക്കാരാ, ഇന്ന് ഒരു ദിവസത്തേക്ക് നിന്റെ മനസ്സിൽ ഒരു രഹസ്യവും നിലനിൽക്കില്ല. രഹസ്യങ്ങളെല്ലാം പരസ്യമാകും. പക്ഷെ അതിന് ഞാൻ എന്ത് പറയും അത് നടക്കും. ബൈ. ഓപ്പട്ട് പറയും എല്ലാവരുടെയും രഹസ്യം, അതും വൈകാതെ തന്നെ. എന്നാൽ തുടങ്ങട്ടെ. എന്റെ കൂട്ടുകാരുടെ രഹസ്യങ്ങൾ ഞാൻ പറയുമെന്നോ? അതൊരിക്കലും സംഭവിക്കില്ല. ഒരിക്കലും ഞാൻ തോത്താറാമിന്റെ രഹസ്യം പറയില്ല. സംശയമുണ്ടോ? തോത്താറാമിന് എന്ത് രഹസ്യ ഉള്ളേ? തോത്താറാമിന് ഇരുട്ട് പേടിയാണ്. അവന്റെ മുറിയിലെ ലൈറ്റ് എങ്ങാനും പോയി കഴിഞ്ഞാൽ അവൻ കഴുതെ പോലെ കിടന്ന് കാറും. അത് ഈ ലോകം മുഴുവൻ കേൾക്കും. അയ്യോ, ഉത്തരാമിന് ഇരുട്ടിനെ പേടിയാന്ന് കേൾക്കുമ്പോ തന്നെ ചിരി വരിക എനിക്ക്. ഇത് ആർക്കും അറിയാത്ത ഒരു രഹസ്യമാണല്ലോ. അയ്യോ, ഇതിനേക്കാളും തമാശ നിറഞ്ഞ ഒരു രഹസ്യമുണ്ട്. ഏതാണത്? അങ്ങനെ ഒരു രഹസ്യമുണ്ട്. അതാണോ? അത് പറയല്ലേ പൊപ്പട്ടെ, അവരെല്ലാരും എന്നെ കളിയാക്കും. ഞാൻ നിനക്ക് ചോക്ലേറ്റ് തരാം. കേട്ടോളൂ, സോർദാറും കിറ്റിയും കൂടി സാരി വാങ്ങാൻ ടെക്സ്റ്റൈൽസിൽ പോയപ്പോ ടെക്സ്റ്റൈൽസുകാരൻ ചോദിച്ചു, സാരി കുട്ടിക്ക് വേണ്ടിയാണോ അതോ ചേച്ചിക്ക് വേണ്ടിയാണോ? എടാ പോപ്പട്ടെ, ആ മാജിക്കാരന്റെ മന്ത്രം ഫലിച്ചെന്നാ തോന്നുന്നേ. ഒന്നും മിണ്ടാതപ്പാ, നമുക്ക് എത്രയും പെട്ടെന്ന് കടയ്ക്ക് പോവേണ്ടതാണ്. സാരി വാങ്ങാനാണോ? എടാ, മാഡത്തിന് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയാണ്. അവർക്ക് വലിയൊരു സർപ്രൈസ് നമ്മൾ കൊടുക്കേണ്ടതല്ലേ? ശ്രദ്ധിച്ചു കേൾക്ക്, നമ്മൾ മാഡത്തിന് രാത്രി 12 മണിക്ക് ഗിഫ്റ്റ് കൊടുക്കും. മാഡം ഒരിക്കലും അറിയരുത് നമ്മൾ ഈ ചോക്ലേറ്റ് ഗിഫ്റ്റ് മാഡത്തിന് വാങ്ങിയതാണെന്ന്. നീയേ ഒന്നും മിണ്ടാതിരിക്കണേ പോപ്പട്ടെ. പോപ്പട്ടെ പോപ്പട്ടെ എവിടെ? അവനിപ്പോ വീട്ടിലോട്ട് പോയതേ ഉള്ളൂ. നിങ്ങൾ ഗിഫ്റ്റ് നോക്കിക്കൊണ്ടിരുന്നപ്പോ അവൻ എന്നോട് പറഞ്ഞിട്ടാ പോയത്. കാഡ്കർ മേഡത്തിനോട് അവനെന്തോ രഹസ്യം പറയാനുണ്ടെന്ന്. കൂട്ടുകാരെ, ഇന്നത്തെ ദിവസം അവന്റെ മനസ്സിൽ ഒരു രഹസ്യം ഇരിക്കില്ല. തീർച്ചയായിട്ടും അവൻ ഇന്ന് മേഡത്തിനോട് പറഞ്ഞിരിക്കും. അവന് നിർത്തിയേ മതിയാകൂ. അവൻ എങ്ങോട്ടാ പോയതാ? വീട്ടിലോട്ടാ പോയത്. അതാ പോന്നു പോപ്പാൻ. പോപ്പട്ടെ, നീ മേഡത്തിനോട് എന്ത് പറയാനായിട്ടായി പോകുന്നേ? ഒരു രഹസ്യമുണ്ട്. മേഡത്തിനോട് സർപ്രൈസ് ഗിഫ്റ്റിന്റെ കാര്യം പറയാൻ പോവാ. കണ്ടില്ലേ, ഈ രഹസ്യവും ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞു. രഹസ്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിമിഷ്ടം ഉണ്ടാവും. തലയിലാകെ ചൂട് കയറാൻ തുടങ്ങും. എന്റെ ചിറകുകൾ വിറയ്ക്കാൻ തുടങ്ങും. സംശയമുണ്ടോ? ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ നീ പോകേണ്ടത് കാഡ്കർ മേഡത്തിന്റെ അടുത്തേക്കല്ല, ഡോക്ടറിന്റെ അടുത്തേക്കാണ്.
സോറി, സമയപ്പോ മാഡത്തിന്റെ പേര് അറിയാണ്ട് വായിലോട്ട് വന്നതാണ്. സോറി മാഡം. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഇതൊക്കെ ഞാൻ മേഡത്തോട് പറയും, നിങ്ങൾ നോക്കിക്കോ. അയ്യോ, എന്റെ വയറ് വേദനിക്കുന്നേ. കുറച്ചും കൂടി ഉയർന്ന് പറക്കാം, സംശയമുണ്ടോ? വരൂ കൂട്ടുകാരെ, ഞാൻ പോപ്പണ്ണെ പിടിച്ചു കഴിഞ്ഞു. ആ വേഗം വാ, ഞാൻ സോർദാറിനെ കുറിച്ചുള്ള മറ്റൊരു രഹസ്യം പറഞ്ഞുതരാം. മറ്റേ കാര്യം. അയ്യോ അത് വേണ്ട, ഇപ്പൊ തന്നെ ഞാൻ വലിയ ജോക്കറായിരിക്കുകയാണ്. എന്നാ പിന്നെ എന്റെ കാലിൽ നിന്ന് വിട്, ഓ, ഞാൻ രഹസ്യം പറഞ്ഞു കൊടുക്കും. നമ്മളിത് താഴെ വീഴാൻ പോണ കൂട്ടുകാരെ. അയ്യോ കൂട്ടുകാരെ ഇത് വല്ലാതെ ഓവർ ആവുന്നുണ്ട്. എന്താ ഓവറായോ? എന്നിട്ട് എനിക്കിതുവരെ ബാറ്റിംഗ് ഒന്നും കിട്ടിയില്ലല്ലോ. എടാ കഴുതേ, ബന്നി എന്താ പറഞ്ഞെന്ന് വെച്ചാല് പോപ്പണ്ണെ പിടിക്കാനായിട്ട് വേറെ എന്തെങ്കിലും മാർഗം കണ്ടെത്തണമെന്നാണ്. ബാബു ദീപു കുതേന്ദ്രൻ. എന്റെ പേരാണ് ബാബു ദീപക്. കൂടാതെ കുതേന്ദ്രൻ എന്റെ ക്യാമറമാൻ. മോനെ പിങ്കു, മുറിയിലെ ഫാൻ ഒന്ന് ഓഫ് ചെയ്തേക്കണേ. ഞാൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഇനി നീയും ഓഫ് ചെയ്യാൻ മറക്കല്ലേ. ലൈവ് റിപ്പോർട്ടിംഗ് നടക്കല്ലേ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് തുടങ്ങാന്ന് കരുതി. എങ്കിൽ നമുക്ക് തുടങ്ങാം. ഇവിടെ നിങ്ങൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നത് ആരെയോ കെണിയിൽ വീഴ്ത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും വളരെ ഗംഭീരമായ കെണി. ഇനിയിപ്പോ കപ്പ് കേക്ക് കഴിക്കാൻ പോപ്പട്ട് താഴേക്ക് പറന്നിറക്കാൻ നമുക്ക് പിടിക്കാം. അടിപൊളി കപ്പ് കേക്ക്. കുറച്ചൊന്ന് നടന്നേക്കാം. അല്ലെങ്കിൽ കപ്പ് കേക്ക് കഴിച്ച് വയറ് നിറഞ്ഞ ശേഷം നാട്ടുകാരോട് എങ്ങനെ വയറ് നിറഞ്ഞു എന്ന രഹസ്യം ഞാൻ പറയേണ്ടി വരും. സംശയമുണ്ടോ? ആഹാ. ഇതൊരു മുയലാണ്. പോപ്പട്ടെ ഒന്ന് നിൽക്ക്. നിൽക്കാനാ പറഞ്ഞേ. എന്തായാലും പോപ്പട്ട് പറന്നു പോകുന്നത് വളരെ നന്നായി. മേഡം ഈ സമയത്ത് ന്യൂസ് കണ്ടോണ്ടിരിക്കായിരിക്കും ടിവിയില്. അഥവാ ലൈവ് ക്യാമറ നോക്കി പോപ്പട്ട് എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കാഡ്കർ മേഡം അത് പെട്ടെന്ന് അറിയോ? നല്ലൊരു ഐഡിയ തന്നതിന് നന്ദി ഹണി. നീ ഒരു മണ്ടനാണെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ അല്പസ്വല്പം ബുദ്ധിയൊക്കെ ഉണ്ട്. ഇനി ഞാൻ മേഡത്തോട് എല്ലാ രഹസ്യങ്ങളും ലൈവായിട്ട് തന്നെ പറയും. വേണ്ട പോപ്പട്ട്, മൈക്ക് തിരിച്ചു തന്നേക്ക്.
ഹണി ഹിപ് ഹിപ്. ഹുറേ. ഏയ്, ചായ് ചപ്പാ, ചായ് ചപ്പാക്ക് ചായ്. ഞാൻ എന്ത് പറയുന്നുവോ അതായിരിക്കും നീ ചെയ്യുന്നത്. രഹസ്യം പറയുന്ന പോപ്പട്ടിന്റെ വായ അടയട്ടെ. വയറുവേദന ഇല്ലാതായി അവന്റെ മനസ്സ് മുഴുവനായി മാറട്ടെ. വരൂ. 1 2 3 മൈക്ക് ചെക്ക്. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. താങ്ക് യു മാജിക്കാരൻ ചേട്ടാ. മനസ്സിലുള്ള രഹസ്യങ്ങളൊക്കെ എന്റെ വയറിലേക്കായപ്പോ ഞാൻ ആകെ വല്ലാതെ ആയിപ്പോയി. എനിക്കറിയാം, ലൈവ് ടിവിയിൽ നിന്റെയും നിന്റെ കൂട്ടുകാരനെയും വഴക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്റെ മാജിക് മൂലം നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്ന്. ചായ് ചപ്പാ ചായ്, ചായ് ഖൈ. താങ്ക് യു മാജിക്കാരൻ ചേട്ടാ. നിങ്ങളെ കൃത്യസമയത്ത് വന്നാണ് മാജിക് പ്രയോഗിച്ചത്. ഇല്ലെങ്കിൽ മേഡത്തിനോട് എല്ലാ രഹസ്യങ്ങളും തുറന്നു പറഞ്ഞേനെ. ഇപ്പൊ നിനക്ക് ശരിക്കും വിശ്വാസമായി കാണും ഞാൻ നമ്പർ 1 മജീഷ്യൻ ആണെന്ന്. അതൊക്കെ ശരി തന്നെ. ഞങ്ങളിപ്പോൾ വലിയ പ്രശ്നത്തിലാ. ഇപ്പോ സമയം ഒരുപാട് വൈകി. ഞങ്ങൾക്ക് വീട്ടിലെത്താനും പറ്റില്ല, വീട് ഡെക്കറേറ്റ് ചെയ്യാനും പറ്റില്ല. ഏയ്, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. ഐഡിയ ഏയ്, ഇതെനിക്ക് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. കുട്ടികളെ, ഹാപ്പി ബർത്ത്ഡേ മാഡം. ഹാപ്പി ബർത്ത്ഡേ മാഡം. താങ്ക് യു കുട്ടികളെ, ഐ ലവ് യു. ഈ ഗിഫ്റ്റ് മേഡത്തിനുള്ളതാ. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ എത്ര കഷ്ടപ്പെട്ടത് ഇവിടെ കൊണ്ടുവന്നത്, പക്ഷെ ഇത് മാഡത്തിന് ആവശ്യമില്ലെന്ന് പറയുന്നത്. ഇതിപ്പോ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി. ഹണി, ഈ സർപ്രൈസ് ഗിഫ്റ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സത്യമായിട്ടും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓ പോപ്പട്ടെ, എന്റെ മൊബൈലിൽ നിന്റെ 200 മിസ് കോൾ ഞാൻ കണ്ടായിരുന്നു. ഓ സോ സോറി, എന്റെ മൊബൈൽ സൈലന്റിലായിരുന്നു. ശരി, പറയൂ, നീ എന്ത് കാര്യം പറയാനാണ് എന്നെ വിളിച്ചത്? അയ്യോ, ഒന്നുമില്ല മേഡം. ഇടയ്ക്കിടയ്ക്ക് സൈലന്റ് ആയിട്ടിരിക്കുന്നതും വളരെ നല്ലതാണ്. അഥവാ മാഡം ഫോൺ എടുത്തിരുന്നെങ്കിൽ ഈ പോപ്പട്ട് സർപ്രൈസ് ഗിഫ്റ്റിന്റെ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞേനെ. കാരണം കുറച്ചു നേരത്തേക്ക് ഇവന്റെ മനസ്സിൽ ഒരു രഹസ്യം നിൽക്കുന്നില്ലായിരുന്നു. സത്യത്തിൽ എനിക്കിപ്പോ തോന്നുന്നത് ഉള്ള കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞത് നീയാണെന്നാ. നിന്റെ മനസ്സിൽ ഒന്നും നിൽക്കില്ല. ഓ എന്റെ കുട്ടികളെ,